ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 10th പ്രിലിംസ് 2024 സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിലബസിൽ നിന്നും ഇന്ന് നമ്മൾ പഠിക്കാനെടുത്തിരിക്കുന്ന ടോപ്പിക്ക് കേരളത്തിലെ നദികളും കായലുകളും എന്ന ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് 114ഓളം ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നദികളും കായലുകളും എന്ന ടോപ്പിക്ക് വളരെ കൃത്യമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്: പാത്രക്കടവ് പദ്ധതി എവിടെയാണ്? പാത്രക്കടവ് പദ്ധതി എവിടെയാണ്? ഉത്തരം കുന്തിപ്പുഴ. ഉത്തരം കുന്തിപ്പുഴ. പാത്രക്കടവ് പദ്ധതി എവിടെയാണ്? ഉത്തരം കുന്തിപ്പുഴ. രണ്ടാമത്തെ ചോദ്യം: ഷോളയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഷോളയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ്. ഷോളയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ്. മൂന്നാമത്തെ ചോദ്യം: കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല? കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ്. അടുത്തത്: ചെങ്കുളം പദ്ധതി ഏതു നദിയിലാണ്? ചെങ്കുളം പദ്ധതി ഏതു നദിയിലാണ്? ഉത്തരം മുതിരപ്പുഴ. മുതിരപ്പുഴയിലാണ് ചെങ്കുളം പദ്ധതി. അഞ്ചാമത്തെ ചോദ്യം: കൽപ്പാത്തിപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ്? കൽപ്പാത്തിപ്പുഴ ഏതു നദിയുടെ പോഷക നദിയാണ്? ഉത്തരം ഭാരതപ്പുഴ. കൽപ്പാത്തിപ്പുഴ ഏതു നദിയുടെ പോഷക നദിയാണ്? ഭാരതപ്പുഴ. ആറാമത്തെ ചോദ്യം: അരുവിക്കര അണക്കെട്ട് ഏതു നദിയിലാണ്? അരുവിക്കര അണക്കെട്ട് ഏതു നദിയിലാണ്? ഉത്തരം കരമനയാർ. ഉത്തരം കരമനയാർ. അരുവിക്കര അണക്കെട്ട് ഏതു നദിയിലാണ്? ഉത്തരം കരമനയാർ. ഏഴാമത്തെ ചോദ്യം: ഏതു നദിയുടെ തീരത്താണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത്? ഏതു നദിയുടെ തീരത്താണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത്? ഉത്തരം നെയ്യാർ. ഉത്തരം നെയ്യാർ. എട്ടാമത്തെ ചോദ്യം: മുതിരപ്പുഴ ഏതു നദിയുടെ പോഷക നദിയാണ്? മുതിരപ്പുഴ ഏതു നദിയുടെ പോഷക നദിയാണ്? ഉത്തരം പെരിയാർ. പെരിയാർ നദിയുടെ പോഷക നദിയാണ് മുതിരപ്പുഴ. അടുത്തത് ഒൻപതാമത്തെ ചോദ്യമാണ്: തൂതപ്പുഴ ഏതു നദിയുടെ പോഷക നദിയാണ്? തൂതപ്പുഴ ഏതു നദിയുടെ പോഷക നദിയാണ്? ഉത്തരം ഭാരതപ്പുഴ. ഉത്തരം ഭാരതപ്പുഴ. പത്താമത്തെ ചോദ്യം: സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി? കുന്തിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? കുന്തിപ്പുഴ. 11ാമത്തെ ചോദ്യം: തേക്കടി വന്യജീവി സങ്കേതം ഏതു നദീതീരത്താണ്? പെരിയാർ നദീതീരത്താണ് തേക്കടി വന്യജീവി സങ്കേതം. കുറുവ ദ്വീപ് ഏത് നദിയിലാണ്? ഒരുപാട് വർഷങ്ങളിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. കുറുവ ദ്വീപ് ഏതു നദിയിലാണ്? ഉത്തരം കബനി നദി. കബനി നദിയിലാണ് കുറുവ ദ്വീപ്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ചാലക്കുടി പുഴ. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ചാലക്കുടി പുഴ. ആറന്മുള വള്ളംകളി നടക്കുന്ന നദി? ആറന്മുള വള്ളംകളി നടക്കുന്ന നദി പമ്പ നദി. ഉത്തരം പമ്പ നദി. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നീ നദികൾ സംഗമിക്കുന്ന സ്ഥലം? മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നീ നദികൾ സംഗമിക്കുന്ന സ്ഥലം? ഉത്തരം മൂന്നാർ. 16ാമത്തെ ചോദ്യം: മീനച്ചിലാർ ഏത് ജില്ലയിലെ പ്രസിദ്ധമായ നദിയാണ്? മീനച്ചിലാർ ഏത് ജില്ലയിലെ പ്രസിദ്ധമായ നദിയാണ്? കോട്ടയം. അടുത്തത്: ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏതു നദിയിലാണ്? ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏതു നദിയിലാണ്? അഞ്ചരക്കണ്ടിപ്പുഴ. ഉത്തരം അഞ്ചരക്കണ്ടിപ്പുഴ. 11ാമത്തെ ചോദ്യം: കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ? കബനി, ഭവാനി, പമ്പാർ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പമ്പാർ. അടുത്തത്: കബനി, ഭവാനി, പമ്പാർ എന്നീ നദിയുടെ പോഷക നദി ഏതാണ്? ശ്രദ്ധിക്കുക, കബനി, ഭവാനി, പാമ്പാർ എന്നീ നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ഏത് നദിയുടെ പോഷക നദിയാണ് കബനിയും ഭവാനിയും പമ്പാറും? ഉത്തരം കാവേരി നദി. കാവേരി നദിയുടെ പോഷക നദികളാണ് കബനി, ഭവാനി, പമ്പാർ. കബനി ഏതു സംസ്ഥാനത്തിലേക്കാണ് ഒഴുകുന്നത്? കർണാടകത്തിലേക്കാണ് കബനി ഒഴുകുന്നത്. കബനി ഏതു സംസ്ഥാനത്തിലേക്കാണ് ഒഴുകുന്നത്? കർണാടക.
ഭവാനിയും പാമ്പാറും ഏത് സംസ്ഥാനത്തിലേക്ക് ഒഴുകുന്നു? തമിഴ്നാട്. ഭവാനിയും പാമ്പാറും തമിഴ്നാട്ടിലേക്കാണ് ഒഴുകുന്നത്. അടുത്തത്, കടലിൽ പതിക്കുന്ന നദികളിൽ ഏറ്റവും ചെറുത്. കടലിൽ പതിക്കുന്ന നദികളിൽ ഏറ്റവും ചെറുത് രാമപുരം പുഴ. രാമപുരം പുഴ. അടുത്തത്, രാമപുരം പുഴയുടെ നീളം. 23ാമത്തെ ചോദ്യമാണ്. രാമപുരം പുഴയുടെ നീളം 19 കിലോമീറ്റർ. ഉത്തരം 19 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയാണ്. മഞ്ചേശ്വരം പുഴയുടെ ഉത്ഭവസ്ഥാനം ബാലപൂണിക്കുന്നുകൾ. മഞ്ചേശ്വരം പുഴയുടെ ഉത്ഭവസ്ഥാനം ഏതാണ്? ബാലപൂണിക്കുന്നുകൾ. അടുത്തത്, മഞ്ചേശ്വരം പുഴയുടെ പതനസ്ഥാനം ഉപ്പളാക്കായൽ. മഞ്ചേശ്വരം പുഴയുടെ പതനസ്ഥാനം ഉപ്പളാക്കായൽ. മഞ്ചേശ്വരം പുഴയുടെ നീളം 17 കിലോമീറ്റർ. മഞ്ചേശ്വരം പുഴയുടെ നീളം 17 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി നെയ്യാർ. നെയ്യാറിന്റെ ഉത്ഭവസ്ഥാനം അഗസ്ത്യമല. നെയ്യാറിന്റെ ഉത്ഭവസ്ഥാനം അഗസ്ത്യമല. 31ാമത്തെ ചോദ്യം, നെയ്യാറിന്റെ പതനസ്ഥാനം അറബിക്കടൽ. നെയ്യാറിന്റെ പതനസ്ഥാനം അറബിക്കടൽ. 32ാമത്തെ ചോദ്യം, മത്സ്യസമ്പത്ത് ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ നദി ചാലക്കുടി പുഴ. മത്സ്യസമ്പത്ത് ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ നദി ചാലക്കുടി പുഴ. ചാലക്കുടി പുഴയുടെ പ്രഭവസ്ഥാനം ആനമല. ചാലക്കുടി പുഴയുടെ പ്രഭവസ്ഥാനം ആനമല. ചാലക്കുടി പുഴയിലെ ജലവൈദ്യുത പദ്ധതികൾ പെരിങ്ങൽകുത്ത്, ഷോളയാർ. പെരിങ്ങൽകുത്ത്, ഷോളയാർ. അടുത്തത്, ചാലക്കുടി പുഴയുടെ പോഷക നദികൾ പറമ്പിക്കുളം, ഷോളയാർ. ചാലക്കുടി പുഴയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? പറമ്പിക്കുളം, ഷോളയാർ. അടുത്തത്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദി ചാലിയാർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദി ചാലിയാർ. ചാലിയാർ പുഴയുടെ മറ്റൊരു പേര് ബേപ്പൂർ പുഴ. ചാലിയാർ പുഴയുടെ മറ്റൊരു പേര് ബേപ്പൂർ പുഴ. ചാലിയാറിന്റെ പ്രഭവസ്ഥാനം തമിഴ്നാട്ടിലെ ഇളമ്പേരിക്കുന്ന്. ചാലിയാറിന്റെ പ്രഭവസ്ഥാനം തമിഴ്നാട്ടിലെ ഇളമ്പേരിക്കുന്നുകൾ. 39ാമത്തെ ചോദ്യം, ചാലിയാറിന്റെ പതനസ്ഥാനം. ചാലിയാറിന്റെ പതനസ്ഥാനം അറബിക്കടൽ. അടുത്തത്, ചാലിയാറിന്റെ പതനസ്ഥാനത്തെ പട്ടണം. ചാലിയാറിന്റെ പതനസ്ഥാനത്തുള്ള പട്ടണം ഏതാണ്? ഫറോക്ക്. ഉത്തരം ഫറോക്ക്. അടുത്തത്, 41ാമത്തെ ചോദ്യം, ചാലിയാറിന്റെ തീരപ്രദേശങ്ങളിൽ ഏത് ലോഹത്തിന്റെ സാന്നിധ്യമാണുള്ളത്? ചാലിയാറിന്റെ തീരപ്രദേശങ്ങളിൽ ഏത് ലോഹത്തിന്റെ സാന്നിധ്യമാണുള്ളത്? ഉത്തരം സ്വർണം. ഉത്തരം സ്വർണം. ഇരുവഴിഞ്ഞിപ്പുഴ, ചെറുപുഴ, കരിമ്പുഴ, ചാലിപ്പുഴ എന്നീ നദികളുടെ പോഷക നദി ഏതാണ്? ഇരവഴിഞ്ഞിപ്പുഴ, ചെറുപുഴ, കരിമ്പുഴ, ചാലിപ്പുഴ എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? ഉത്തരം ചാലിയാർ. ചാലിയാറിന്റെ നീളം 169 കിലോമീറ്റർ. 169 കിലോമീറ്റർ ആണ് ചാലിയാറിന്റെ നീളം. അടുത്തത്, കേരളത്തിലെ നദികളിൽ നീളത്തിൽ 4ാം സ്ഥാനത്തുള്ള നദി. കേരളത്തിലെ നദികളിൽ നീളത്തിൽ 4ാം സ്ഥാനത്തുള്ള നദി ചാലിയാർ. പ്രാചീന കാലത്ത് ബാരിസ് എന്ന പേരിൽ അറിയപ്പെട്ട നദി പമ്പ. പ്രാചീന കാലത്ത് ബാരിസ് എന്ന പേരിൽ അറിയപ്പെട്ട നദി പമ്പ. 46ാമത്തെ ചോദ്യം, ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പ. ഉത്തരം പമ്പ. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പ. പമ്പയുടെ പ്രഭവസ്ഥാനം പുലച്ചിമല. പമ്പയുടെ പ്രഭവസ്ഥാനം പുലച്ചിമല. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാട്. ഉത്തരം കുട്ടനാട്. പമ്പയുടെ ദാനം കുട്ടനാട്. പമ്പയുടെ നീളം എത്രയാണ്? 176 കിലോമീറ്റർ ആണ് പമ്പയുടെ നീളം. കേരളത്തിലെ നദികളിൽ നീളത്തിൽ 3ാം സ്ഥാനത്തുള്ള നദി. കേരളത്തിലെ നദികളിൽ 3ാം സ്ഥാനത്തുള്ള നദി ഏതാണ്? പമ്പ. ഉത്തരം പമ്പ. ശബരിഗിരി പദ്ധതി ഏതു നദിയിലാണ്? പമ്പ. ശബരിഗിരി പദ്ധതി ഏതു നദിയിലാണ്? പമ്പ. 51ാമത്തെ ചോദ്യം, ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ മതസമ്മേളനമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദീതീരത്താണ്? ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദീതീരത്താണ്? ഉത്തരം പമ്പ. ഉത്തരം പമ്പ.
അടുത്തത് 52ാമത്തെ ചോദ്യം. പ്രസിദ്ധമായ ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം നടക്കുന്നത് ഏത് നദീതീരത്താണ്? പ്രസിദ്ധമായ ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം നടക്കുന്നത് ഏത് നദീതീരത്താണ്? പമ്പ. ഉത്തരം പമ്പ. 53ാമത്തെ ചോദ്യം. കല്ലാർ, കക്കി, അഴുത, അച്ചൻകോവിലാർ, മണിമലയാർ, വരട്ടയാർ എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? കല്ലാർ, കക്കി, അഴുത, അച്ചൻകോവിലാർ, മണിമലയാർ, വരട്ടയാർ എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? ഉത്തരം പമ്പ. മിനി പമ്പ പദ്ധതി ഏത് നദീതീരത്താണ്? ഭാരതപ്പുഴ. മിനി പമ്പ പദ്ധതി ഏത് നദീതീരത്താണ്? ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ തീരത്തിലെ പ്രസിദ്ധമായ കലാരൂപം തോൽപ്പാവക്കൂത്ത്. ഭാരതപ്പുഴയുടെ തീരത്തിലെ പ്രസിദ്ധമായ കലാരൂപം തോൽപ്പാവക്കൂത്ത്. ഭാരതപ്പുഴയുടെ മറ്റൊരു പേര് നിള. ഭാരതപ്പുഴയുടെ മറ്റൊരു പേര് നിള. 57ാമത്തെ ചോദ്യം. ഭാരതപ്പുഴയുടെ പതനസ്ഥാനം. ഭാരതപ്പുഴയുടെ പതനസ്ഥാനം അറബിക്കടൽ. ഭാരതപ്പുഴയുടെ പതനസ്ഥാനം അറബിക്കടൽ. ഭാരതപ്പുഴ എവിടെ വെച്ചാണ് അറബിക്കടലിൽ പതിക്കുന്നത്? പൊന്നാനി. ഭാരതപ്പുഴ എവിടെ വെച്ചാണ് അറബിക്കടലിൽ പതിക്കുന്നത്? പൊന്നാനി. 12 വർഷത്തിലൊരിക്കൽ മാമാങ്കം നടന്നിരുന്ന നദീതീരം. ഭാരതപ്പുഴ. 12 വർഷത്തിലൊരിക്കൽ മാമാങ്കം നടന്നിരുന്ന നദീതീരം ഭാരതപ്പുഴ. നിളയുടെ ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? MD വാസുദേവൻ നായർ. നിളയുടെ ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്നത് MD വാസുദേവൻ നായർ. തൂതപ്പുഴ ഭാരതപ്പുഴയിൽ പതിക്കുന്നത് എവിടെ വെച്ചാണ്? കൂടല്ലൂർ. തൂതപ്പുഴ ഭാരതപ്പുഴയിൽ പതിക്കുന്നത് കൂടല്ലൂർ വെച്ചാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റെഗുലേറ്റർ കം ബ്രിഡ്ജായ ചമ്രവട്ടം ഏത് നദിയിലാണ്? ലോകത്തിലെ ഏറ്റവും വലിയ റെഗുലേറ്റർ കം ബ്രിഡ്ജായ ചമ്രവട്ടം ഏത് നദിയിലാണ്? ഭാരതപ്പുഴ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലം ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ്. ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ്. അടുത്തത് ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നീളം 978. അടുത്തത് ഭാരതപ്പുഴയുടെയും പോഷക നദികളുടെയും കുറുകെ കെട്ടിയ അണക്കെട്ടുകളിൽ ഏറ്റവും വലുത് ഏതാണ്? ഭാരതപ്പുഴയുടെയും പോഷക നദികളുടെയും കുറുകെ കെട്ടിയ അണക്കെട്ടുകളിൽ ഏറ്റവും വലുത് ഏതാണ്? ഉത്തരം മലമ്പുഴ ഡാം. പാലക്കാട് ജില്ലയിലെ മലമ്പുഴ ഡാം. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ റിസർവോയർ അഥവാ ജലസംഭരണി ഏതാണ്? മലമ്പുഴ അണക്കെട്ട്. ഉത്തരം മലമ്പുഴ അണക്കെട്ട്. കേരളത്തിന്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് അമ്പലപ്പുഴ ഉദ്യാനം. കേരളത്തിലെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് അമ്പലപ്പുഴ ഉദ്യാനം. കേരളത്തിലെ ഏറ്റവും വിസ്തീർണമുള്ള നദീതടം ഏതു നദിയുടേതാണ്? ഉത്തരം ഭാരതപ്പുഴ. കേരളത്തിലെ ഏറ്റവും വിസ്തീർണമുള്ള നദീതടം ഭാരതപ്പുഴയുടേതാണ്. കുന്തിപ്പുഴയുടെ തീരത്ത് ധാരാളമായി കാണപ്പെടുന്ന വൃക്ഷം ഏതാണ്? കുന്തിപ്പുഴയുടെ തീരത്ത് ധാരാളമായി കാണപ്പെടുന്ന വൃക്ഷം ഏതാണ്? കുന്തിരിക്കാമരം. ഉത്തരം കുന്തിരിക്കാമരം. 70ാമത്തെ ചോദ്യം. സൈലന്റ് വാലിക്ക് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? റോബർട്ട് വൈറ്റ്, ബ്രിട്ടീഷ് സസ്യശാസ്ത്രജ്ഞൻ. 71ാമത്തെ ചോദ്യം. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. ആളാറിന് കുറുകെ ആളിയാർ അണക്കെട്ട് നിർമ്മിച്ചത് ഏത് സംസ്ഥാനമാണ്? ആളിയാറിന് കുറുകെ ആളിയാർ അണക്കെട്ട് നിർമ്മിച്ചത് ഏതു സംസ്ഥാനക്കാരാണ്? ഉത്തരം തമിഴ്നാട്. ഉത്തരം തമിഴ്നാട്. തമിഴ്നാട് പരിപാലിക്കുകയും കേരളത്തിന് ഉടമസ്ഥാവകാശമുള്ളതുമായ അണക്കെട്ട് പറമ്പിക്കുളം അണക്കെട്ട്. ഉത്തരം പറമ്പിക്കുളം അണക്കെട്ട്. ശോകനാശിനി പുഴ എന്നറിയപ്പെടുന്നത് ഏതാണ്? കണ്ണാടിപ്പുഴ. ശോകനാശിനി പുഴ എന്നറിയപ്പെടുന്നത് കണ്ണാടിപ്പുഴ. കണ്ണാടിപ്പുഴയുടെ പ്രഭവസ്ഥാനം ആനമല, പാലക്കാടിന്റെ കിഴക്കൻ അതിർത്തി. കണ്ണാടിപ്പുഴയെ ശോകനാശിനി പുഴയെന്ന് വിളിച്ചതാരാണ്? എഴുത്തച്ഛൻ. കണ്ണാടിപ്പുഴയെ ശോകനാശിനി പുഴയെന്ന് വിളിച്ചതാരാണ്? എഴുത്തച്ഛൻ. 77ാമത്തെ ചോദ്യം. മലമ്പുഴ, വാളയാർ, കോരയാർ, വരട്ടയാർ എന്നീ പുഴകൾ ചേർന്ന് രൂപം കൊള്ളുന്ന നദി ഏതാണ്? കൽപ്പാത്തിപ്പുഴ. വാളയാർ, മലമ്പുഴ, കോരയാർ, വരട്ടയാർ എന്നീ പുഴകൾ ചേർന്ന് രൂപം കൊള്ളുന്ന നദിയാണ് കൽപ്പാത്തിപ്പുഴ. അടുത്തത് നിള, പേരാർ, പൊന്നാനിപ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ പ്രഭവസ്ഥാനം തമിഴ്നാട്ടിലെ ആനമലയാണ്. കേരളത്തിൽ നീളത്തിലും വലുപ്പത്തിലും 2ാം സ്ഥാനത്തുള്ള നദി ഭാരതപ്പുഴയാണ്. കേരളത്തിൽ നീളത്തിലും വലുപ്പത്തിലും 2ാം സ്ഥാനത്തുള്ള നദി ഭാരതപ്പുഴ.
പെരിയാറിന്റെ മറ്റൊരു പേരാണ് ആലുവാപ്പുഴ. പെരിയാറിന്റെ മറ്റൊരു പേരാണ് ആലുവാപ്പുഴ. കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ. കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ മയ്യഴിപ്പുഴ. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ മയ്യഴിപ്പുഴ. കരിമ്പുഴ എന്നറിയപ്പെടുന്ന നദി കടലുണ്ടിപ്പുഴ. കരിമ്പുഴ എന്നറിയപ്പെടുന്ന നദി കടലുണ്ടിപ്പുഴ. 85-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഗംഗ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ. കേരളത്തിലെ ഗംഗ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ. ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് കണ്ണാടിപ്പുഴ. ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് കണ്ണാടിപ്പുഴ. ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ ഏതു നദിയുടെ തീരത്താണ്? മലയാറ്റൂർ ഏതു നദിയുടെ തീരത്താണ്? പെരിയാർ. ഉത്തരം പെരിയാർ. 88-ാമത്തെ ചോദ്യം, അദ്വൈത ആചാര്യനായ ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി ഏതു നദിയുടെ തീരത്താണ്? അദ്വൈത ആചാര്യനായ ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം പെരിയാർ. ഉത്തരം പെരിയാർ. അടുത്തത്, പെരിയാറിന്റെ ശാഖകൾക്കിടയിൽ വനപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം. തട്ടേക്കാട് പക്ഷി സങ്കേതം. തട്ടേക്കാട് പക്ഷി സങ്കേതം. കേരളത്തിലെ വ്യവസായത്തിന്റെ എത്ര ശതമാനം പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു? കേരളത്തിലെ വ്യവസായത്തിന്റെ എത്ര ശതമാനം പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു? അടുത്ത ചോദ്യം, കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാർ. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാർ. അടുത്തത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിരുന്ന നദി, അതും പെരിയാറാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിരുന്ന നദി പെരിയാറാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന നദി പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന നദി പെരിയാർ. അടുത്തത്, കേരളത്തിലെ ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളെ കൂടാതെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ പട്ടണത്തിലും ജലസേചനം നടത്തുന്ന നദിയാണ് പെരിയാർ. ഉത്തരം പെരിയാർ. മംഗലപ്പുഴ, മാർത്താണ്ഡപ്പുഴ എന്നിങ്ങനെ രണ്ട് ശാഖകളായി പെരിയാർ പിരിയുന്നത് എവിടെ വെച്ചാണ്? ഉത്തരം ആലപ്പുഴ. ഉത്തരം ആലപ്പുഴ. മംഗലപ്പുഴ, മാർത്താണ്ഡപ്പുഴ എന്നീ രണ്ട് ശാഖകളായി പെരിയാർ പിരിയുന്നത് ആലപ്പുഴയിൽ വെച്ചാണ്. 96-ാമത്തെ ചോദ്യം, മംഗളപ്പുഴ എളന്തിക്കരയിൽ വെച്ച് ഏത് നദിയിലാണ് പതിക്കുന്നത്? ചാലക്കുടി പുഴയിൽ. മാർത്താണ്ഡം പുഴയുടെ പതനസ്ഥാനം വേമ്പനാട് കായലിന്റെ ഭാഗമായ വാരാപ്പുഴ കായൽ. കേരള ചരിത്രത്തിൽ സർക്കാർ ആഭിമുഖ്യത്തിലൂടെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ സ്ഥാപിച്ചത് ഏത് നദിയിലാണ്? മുതിരപ്പുഴ നദിയിലാണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ്? 1940. 1940. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണം ആരംഭിച്ചത് എന്നാണ്? 1935. 1935. അടുത്തത്, ഇടുക്കി പദ്ധതിയുടെ പവർ ഹൗസ് എന്ന് സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? മൂലമറ്റം. അടുത്തത്, ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ശേഷി എത്രയാണ്? 780 മെഗാവാട്ട്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ശേഷി 780 മെഗാവാട്ട്. അടുത്തത്, മുല്ലക്കുടിയിൽ വെച്ച് പെരിയാർ ചേരുന്ന പോഷക നദി. മുല്ലക്കുടിയിൽ വെച്ച് പെരിയാറിൽ ചേരുന്ന പോഷക നദിയാണ് മുല്ലയാർ. ഉത്തരം മുല്ലയാർ. 104-ാമത്തെ ചോദ്യം, മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഭാഗമായി രൂപം കൊണ്ട തടാകം. തേക്കടി തടാകം. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഭാഗമായി രൂപം കൊണ്ട അണക്കെട്ട് ഏതാണ്? തടാകം ഏതാണ്? തേക്കടി തടാകമാണ്. തേക്കടി വന്യജീവി സങ്കേതത്തിന്റെ ആദ്യ പേര്? നെല്ലിക്കാംപെട്ടി വന്യജീവി സങ്കേതം. തേക്കടി വന്യജീവി സങ്കേതത്തിന്റെ ആദ്യകാല പേരാണ് നെല്ലിക്കാംപെട്ടി വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും ജലസമൃദ്ധമായ നദി പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും ജലസമൃദ്ധമായ നദി പെരിയാർ. പെരിയാറിന്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? സുന്ദരമലയിലെ ശിവഗിരി കൊടുമുടിയാണ്. സുന്ദരമലയിലെ ശിവഗിരി കൊടുമുടി. അടുത്തത്, കേരള സർക്കാരിന്റെ കണക്കനുസരിച്ച് എത്ര കിലോമീറ്റർ നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് നദികളായി കണക്കാക്കുന്നത്? ഉത്തരം 15 കിലോമീറ്റർ. കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം 44. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 41. ആകെ 44 നദികളും അതിൽ 41 നദികളും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. കബനി, ഭവാനി, പമ്പാറ് മാത്രം കിഴക്കോട്ടൊഴുകുന്നവയാണ്. 108-ാമത്തെ ചോദ്യം,
കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 41. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 3. കേരളത്തിൽ എത്ര മീഡിയം നദികളുണ്ട്? 4 മീഡിയം നദികളാണുള്ളത്. കേരളത്തിൽ എത്ര മൈനർ നദികളുണ്ട്? 40 മൈനർ നദികളാണ് കേരളത്തിലുള്ളത്. 112ാമത്തെ ചോദ്യം, കേരളത്തിലെ നദികളിൽ മീഡിയം നദികളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ. പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ ഇവയൊക്കെ കേരളത്തിലെ മീഡിയം നദികളിൽ ഉൾപ്പെടുന്നവയാണ്. കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി പെരിയാർ. പെരിയാറിന്റെ നീളം 244 കിലോമീറ്റർ. 244 കിലോമീറ്റർ. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കേരളത്തിലെ നദികളും കായലുകളും എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് 114 ചോദ്യോത്തരങ്ങളാണ് പഠിച്ചത്. വരും ദിവസങ്ങളിൽ ബാക്കി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ടിടാം. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.